അപ്പോൾ ഞാനന്ന് പാടണവരൊന്നും അവർക്കറിയില്ല. അപ്പോൾ അതിൽ ഒരുത്തൻ എന്തോ പണിക്കാരനാണ്, പാട്ടുകാരൻ. അപ്പോൾ അവൻ പറഞ്ഞു നാളെ ഇവിടെ ഒരു പാട്ട് മത്സരം നടക്കുന്നുണ്ട്, വരുമോ ചോദിച്ചാൽ വരാറുണ്ട്. അവരും വേറൊരുത്തരും കൂടിയിട്ടാണ് മത്സരിക്കുന്നത്, ഞാനല്ല. അപ്പോൾ ഞാൻ കേൾക്കാൻ പോയപ്പോൾ ഒരുത്തൻ 2 വരി പാടും, അപ്പം മറ്റേ ഏറ്റ് 2 വരി അപ്പുറത്തുനിന്ന് പാടും, അപ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്തുനിന്ന് 2 വരി വേറെ പാടും. അങ്ങനെ ചുരുക്കം കഥ പറഞ്ഞാൽ കാലത്ത് വൈകുന്നേരത്തെ ഒരു 6 മണിക്ക് തുടങ്ങിയത് ഒരു 10:30 മണി വരെ അവർ രണ്ടാളും കൂടി ഏറ്റുപിടിച്ചു. അപ്പോൾ 10:30 ആയപ്പോൾ ഞാൻ പറഞ്ഞോളൂ ഒരു പാട്ടിന് സൗകര്യം തരുമെന്ന് ചോദിച്ചു. ഞാനേ അപ്പം എൻ്റെ പണിക്കാരൻ്റെ എതിര് കക്ഷി ഒരു ഏറ്റുമുട്ടാണ്, തരാം. അതിന് പാട്ട് പാടാൻ അറിയാം വെച്ചു. പരിശോധിച്ച് നോക്കാം, അറിയൊന്നുമില്ല, എന്നാലും ഞാൻ പരിശോധിച്ച് നോക്കാറുണ്ട്. അപ്പം ഞാൻ മത്സരിച്ച് പാടി. അപ്പം ഞാനൊരു പാട്ട് പാടി, എന്താ പറയുക, കേട്ടലി പൂലി അവറുകൾ ചാടി രാജൻ മുമ്പിള കന്നിമാരെ കട്ട് കൊണ്ട് പോകുവാൻ നീ ആരടാ, വെട്ടുകൊള്ളും മുമ്പ് ഷഹാദത്തിനി നീ മൊയ്യടാ, വിട്ടിരൂല നിന്നെ ഞാനും തമ്മിൽ യുദ്ധം ചെയ്യടാ, കട്ടിയായൊരു ബോധസന്നിധ്യം ഉണ്ടതെങ്കിൽ നോക്കടാ, കത്ത് കൊണ്ട് വന്നനാരിയാളനാളും മേതടാ, പത്തിയോനിൽ നങ്കിയിട്ട് മേട്ടാലും നീ കൊള്ളടാ എന്നും പറഞ്ഞൊരു എടാ എന്നുള്ളൊരു 10 വിളിയൊക്കെ വിളിച്ചങ്ങട്ടെ. മറ്റവരൊക്കെ വല്ല ഉണ്ടാവയ്യ, എടാലും കൂടെ തിരിച്ച് വിളിക്കണ്ടേ, മറ്റും കൂടെ എടാന്ന് തിരിച്ച് വിളിക്കണ്ടേ. നമ്മൾ ഈ പാടിയതിൻ്റെ ബദലിന് അവങ്ങടെ എടാന്നുള്ളത് ഉണ്ടാക്കണം. നമ്മളിപ്പോൾ അവനോട് എടാന്ന് അങ്ങോട്ട് വിളിച്ചിട്ടാണല്ലോ പറയണത്. അപ്പോൾ ആ എടാന്ന് ഇങ്ങോട്ടും വിളിക്കണം. അതിലവൻ പരാജയപ്പെട്ടു. അപ്പോൾ കൂടിയവരൊക്കെ കൂടിയിട്ട് പറഞ്ഞു, ഇയാൾ പാട്ടുകാരനാണ്, ഇയാളെ വിടാൻ പറ്റില്ലതാണ്. പിന്നെ അവിടെ 2-3 ദിവസം പാടാൻ കൂടി അവരുടെ കൂടെ.